ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എക്സാം എപ്പോൾ തുടങ്ങും, എന്നാണ് തുടങ്ങുന്നത്, പറഞ്ഞ ഡേറ്റിൽ തന്നെ തുടങ്ങും, അങ്ങനെ എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇതാ നമ്മുടെ +1 ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ ആണ് ടീച്ചറോട് കൊടുത്തിരിക്കുന്നത്. എന്താണ്? മാലപ്പടക്കം പോലൊരു ടൈം ടേബിൾ അല്ലേ? യെസ്, 9th തുടങ്ങിയിട്ട് 19th എൻഡ് ചെയ്യുന്ന ടൈം ടേബിൾ ആണ്. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. 9, 10, 11, 12 അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊരു റിലീഫിന് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 ലാംഗ്വേജ്, അതായത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ആദ്യം തന്നെ വരുന്നത്. 9th വരുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു സബ്ജക്ട് ആണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ? ഹിന്ദി ഓർ മലയാളം, നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അത്. ഓക്കെ, പിന്നെ 10th നമുക്ക് വരുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന് ശേഷം നമുക്ക് കാണാൻ പറ്റും കെമിസ്ട്രിയും മാത്സും അടുപ്പിച്ചാണ് വരുന്നത്. അതിനൊരു ഗ്യാപ്പും ഇല്ല. 11ഉം 12ഉം രണ്ടും കിഡു സബ്ജക്ട്സ് ആണ്. അപ്പൊ അന്ന് മോർണിംഗ് ഇരുന്ന് പഠിക്കാൻ വെച്ചാൽ നടക്കോ? ഇല്ല അല്ലെ? ഓക്കെ, യെസ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും ആവണ്ട. ഇപ്പോഴേ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ 90+ കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്ന് ടീച്ചർക്ക് അറിയാം. കാരണം നമ്മളിവിടെ പഞ്ചും ബൂസ്റ്ററും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഇതെല്ലാം സെറ്റ് ആയിരിക്കാണെന്ന് എനിക്കറിയാം. അപ്പൊ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനൊരു ടൈം ടേബിൾ കണ്ടിട്ട് നമ്മള് ഓവർകം ചെയ്യുന്നതായിരിക്കും അല്ലെ? യെസ്, സെറ്റ് അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഒരു 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, 13, 14, 15, 16. ഓക്കെ, നമുക്കൊരു 4-5 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കോമൺ സബ്ജക്ട് ആയിട്ടുള്ള, അതായത് ബയോളജി കുട്ടികൾക്കും കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും കോമൺ സബ്ജക്ട് ആയിട്ടുള്ള ഫിസിക്സ് വരുന്നുണ്ട്. ഇനി ബയോളജി കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി സമയം ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലെ? യെസ്, 19th അവർക്ക് എക്സാം വരുന്നത്. അപ്പൊ അതോടുകൂടി നമ്മുടെ എക്സാം ഇവിടെ അവസാനിക്കാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ എക്സാമിന്റെ ടൈം വരുന്നത് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഓക്കെ, 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി എക്സാമിനുണ്ട്. നമുക്കറിയാം, +1 ഓണം എക്സാം ഉണ്ടായിരുന്നില്ല അല്ലെ? കോമൺ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ഒരു കോമൺ എക്സാം ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ +1 സ്റ്റുഡൻസ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമൺ എക്സാം ആണിത്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന +1 വിദ്യാർത്ഥികൾ ഒരേ ടൈമില് ഒരേ ചാപ്റ്റേഴ്സ് അല്ലെ, ഒരേ സബ്ജക്ട് ഒരേ ഡേറ്റിൽ എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? ആരും പേടിക്കണ്ട. അപ്പൊ 90+ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവര് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എക്സാം ടൈം ടേബിൾ ഒക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ സെറ്റ് ആക്കി തരാം. ഇനി +2 ടൈം ടേബിൾ എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ ആയിരിക്കും +2 ടൈം ടേബിൾ. നമുക്കൊന്ന് നോക്കിയേക്കാം എങ്ങനെയാണ് +2 ടൈം ടേബിൾ എന്ന്. ഇതിന്റെ നേരെ, അതായത് +1 നേരെ ഒരു റിവേഴ്സ് ഓർഡർ ആണ് അല്ലെ +2 ടൈം ടേബിൾ വന്നിരിക്കുന്നത്. +1 നമുക്കറിയാം ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് ആദ്യം തുടങ്ങുന്നതെങ്കിൽ ഇവിടെ +2 അവസാനിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജിലാണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സിലാണ്. ഓക്കെ, ഫിസിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സ് 9th ആദ്യത്തെ എക്സാം ഫിസിക്സ് ആണ്. ഓക്കെ, പിന്നെ 10th വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഏകദേശം മാലപ്പടക്കം പോലെ തന്നെ കിടക്കുന്നത്. 9, 10, 11, 12 അതിലിടയിൽ ഒരു ഗ്യാപ്പും ഇല്ല. ഓക്കെ, അതിനുശേഷം മാത്സ് ആൻഡ് കെമിസ്ട്രി ആണ് വരുന്നത്. പിന്നെ ഒരു 5 ദിവസം ഗ്യാപ്പിന് ശേഷം വരുന്നത് ബയോളജി ആണ്. ഓക്കെ, അപ്പൊ ബയോളജിയും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ടൈം കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടിയും എക്സാം തുടങ്ങിയിട്ട് പഠിക്കാം എന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിയേക്കാം കേട്ടോ. എക്സാം ടൈം ടേബിൾ കണ്ടില്ലേ? നമുക്ക് എന്തായാലും ടൈം ടേബിൾ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ 90+ ടീം നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ കൂടെ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ കൂടെ റിവിഷനും മാരത്തോണും ഒക്കെ ആയിട്ട് പോകാം. ആരും ടെൻഷൻ അടിക്കണ്ട. ഇത് എന്ത് ടൈം ടേബിൾ ആണ്, ഇത് ഇങ്ങനെയാണോ ടൈം ടേബിൾ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമുക്കറിയാം നമ്മളെല്ലാം സ്റ്റുഡൻസ് ആണ്. നമുക്കിത് ഇതൊക്കെ എന്ത് ചെയ്തേ പറ്റൂ? ഓവർകം ചെയ്തേ പറ്റൂ അല്ലെ? അപ്പൊ ടെൻഷൻ ആവേണ്ട ആരും, എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കാം. നമുക്ക് ഇതും വളരെ ഈസി ആക്കി എടുക്കാം. പിന്നെ ടീച്ചർ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു സക്സസ് 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും എക്സാം ടൈം ടേബിൾ കണ്ട് പേടിച്ചിരിക്കുന്നവരുണ്ടോ? ആരും പേടിക്കണ്ട. ടീച്ചർ പിന്നെയും പറയുന്നു, നമ്മുടെ ക്രിസ്മസ് പഞ്ചും ബൂസ്റ്ററും ഒക്കെ ഇവിടെ വളരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്തവരെല്ലാം നമ്മുടെ 90+ ജോയിൻ ചെയ്യുക.